ആരോഗ്യ വിദഗ്ധൻ അമർ ഫെറ്റിൽ കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ അമർ ഫെറ്റിൽ. ഇതിപ്പോൾ സംസ്ഥാനം മുഴുവനായി തന്നെ ഈ രോഗബാധ ഉണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നിലവിലിപ്പോൾ ഈ വർഷം തന്നെ 19 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചിരിക്കുന്നത്. ഈ വാട്ടർ തീം പാർക്കുകൾ അല്ലെങ്കിൽ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്നും അല്ലാതെ തന്നെ ഈ രോഗം ബാധിക്കുന്നുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരുമല്ലോ അല്ലേ? ഇതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ പ്രതിസന്ധി? തീർച്ചയായിട്ടും ഒരു ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. നമുക്ക് ഇതുവരെയുള്ള അറിവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയത് അവർക്കൊരു ഈ മലിനജലത്തിന്റെ എക്സ്പോഷർ, അത് തന്നെ എല്ലാ മലിനജലവും അല്ല, പ്രത്യേക രീതിയിൽ ഇപ്പൊ നീന്തുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിനകത്ത് വെള്ളം കയറത്തക്കവണ്ണം ഉള്ളൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുക. പിന്നെ ഈ ഷാലോ ആയിട്ടുള്ള വാട്ടർ കളക്ഷൻസ്, സ്റ്റാഗ്നന്റ് എന്ന് വെച്ചാൽ വെള്ളം ഒഴുകി പോകാത്ത അധികം ആഴം ഇല്ലാത്തതും വെയിൽ കൊണ്ട് ചൂടാകാനൊക്കെ സാധ്യതയുള്ളതും, പിന്നെ അടിയിൽ സിൽറ്റ് എന്ന് പറയുന്ന ഒരു ഏറ്റവും ഫൈൻ ആയിട്ടുള്ള സൂപ്പർ ഫൈൻ ആയിട്ടുള്ള ഒരു ചെളി പോലത്തെ ഒരു ലെയറാണ്. അപ്പൊ ഇത്രയെല്ലാം കൂടെ ഉള്ള കണ്ടീഷൻസിൽ നീന്തുക ഇളകുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് നോർമലി തന്നെ ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും അമീബകൾക്ക് ജീവിക്കാം. ഈവൻ നമ്മളെന്താ പറയുന്നത്, ഇപ്പൊ ഒരു ബക്കറ്റ് പോലത്തെ ടാങ്ക്, വാട്ടർ ടാങ്കിലൊക്കെ ഉള്ള ഒരു വഴുവഴുപ്പുണ്ടല്ലോ, സാധാരണ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല സൈഡിലും അടിയിലൊക്കെ വഴുവഴുപ്പ്. അപ്പൊ അതിനകത്തൊക്കെ പലതരം ഓർഗാനിസംസും ജീവിക്കാം, അല്ലെങ്കിൽ അണുക്കളും ജീവിക്കാവുന്നൊരു സ്ഥലമാണ്. ഇപ്പൊ ഈ അമീബ എന്തുകൊണ്ടാണ് അതിൽ ജീവിക്കുന്നുള്ളത് ഇപ്പോഴും അത്ര വ്യക്തമല്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ കറണ്ട് അറിവുണ്ട്. ഇതിന്റെ അറിവ് കൂടുതൽ മുമ്പോട്ട് പോകും തോറും കൂടുതൽ ഫോക്കസ് അതിന്റെ പുറത്ത് വരികയും ഇൻവെസ്റ്റിഗേഷൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ സോഴ്സ് എന്തുകൊണ്ട് എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് കൂടുതൽ സയൻസ് അടുത്ത് വരും. അത് യാതൊരു സംശയമില്ല. കാരണം ഫോക്കസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ വെച്ചാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. പക്ഷെ അതുവരെ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, ഈ വ്യാപകമായ പരിഭ്രാന്തികളൊന്നും ആവശ്യമില്ല. അതേ സമയത്ത് അറിവോടുകൂടിയുള്ളൊരു കരുതൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിലുള്ള സോഴ്സ് ഷാലോ, സ്റ്റാഗ്നന്റ്, അതായത് വലിയ ആഴമില്ല, ഒഴുക്കില്ല, വെള്ളം കൊണ്ട് വെയിൽ കൊണ്ട് കാഞ്ഞു വരാൻ സാധ്യതയുള്ള തരം വാട്ടർ കളക്ഷൻസ്. അപ്പൊ ചെറിയ തോടുകളായിക്കോട്ടെ, തോടല്ല, ചെറിയ തടാകം പോലത്തെ സാധനങ്ങളായിക്കോട്ടെ, സ്വിമ്മിംഗ് പൂളുകളായിക്കോട്ടെ, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ആൾക്കാർ നീന്തുന്ന കൊച്ചു കുളങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങള്, പിന്നെ അതിലൊക്കെ നീന്തുകയും കളിക്കുകയും വാട്ടർ സ്പോർട്സും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന, ഉല്ലാസത്തിനായിരിക്കാം, ചിലപ്പോൾ മത്സരങ്ങളായിരിക്കാം, പലതുമൊക്കെ ഉണ്ടാവും, നീന്തുക, കുളിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നല്ലതായിരിക്കും. രണ്ടാമത്തത്, നമ്മൾ ഈ ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും പ്രകൃതിക്കകത്തുള്ള വലിയ വെള്ള സ്രോതസ്സുകളൊന്നും ക്ലോറിനേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷെ അതേസമയം നമുക്ക് വീടുകളിൽ പലതരം വലിയ സിമെന്റിന്റെ ഒക്കെ വാട്ടർ ടാങ്കുകളും മുകളിലും അടിയിലും ഒക്കെ ഉണ്ട്, ഈ അണ്ടർഗ്രൗണ്ട് സമ്പുകൾ. പിന്നെ മുകളിലാണുള്ള ഈ ചൂടാകാൻ സാധ്യതയുള്ള ടെറസിലൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ടാങ്കുകൾ. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലീൻ അപ്പ് ചെയ്ത് അതിനെല്ലാം ക്ലോറിനേഷൻ, കിണറുകൾ, അവിടെ എല്ലാം ക്ലോറിനേഷൻ ശരിയായ രീതിയിൽ നമ്മുടെ ഏരിയയിലുള്ള തൊട്ടടുത്തുള്ള ജനകീയാരോഗ്യ കേന്ദ്രത്തിലൊക്കെ അറ്റാച്ച് ചെയ്ത സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മുടെ HI, JHI, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ഗൈഡൻസോട് കൂടി നമ്മൾക്ക് ജനങ്ങൾക്ക് അവരവരുടെ വീട്ടിലും പരിസരത്തുള്ള ഇതിനെ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റും. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതിന് പൂർണ്ണമായ സഹായം തൊട്ടടുത്തുള്ള ഈ പറഞ്ഞ പോലെ ജനകീയാരോഗ്യ കേന്ദ്ര സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് പബ്ലിക് ഹെൽത്തിൽ ട്രെയിൻഡ് ആയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഗൈഡൻസോട് കൂടി അത് ചെയ്യുക. പിന്നെ ഈ മൂക്കിനകത്ത് വെള്ളം അറിഞ്ഞുകൊണ്ട് കയറ്റുന്ന ഇപ്പൊ മൂക്കിനകത്തൂടെ വെള്ളം വിരിച്ച് വായിക്കൂടെ കളയുക, അങ്ങനത്തെ ഒക്കെ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചികിത്സയ്ക്കായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ചിലർക്ക് അവരുടെ ഒരു ഡെയിലി ദിനചര്യകളിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഡൈവിങ്, ഇപ്പൊ നമ്മൾ സാധാരണ കാണാല്ലോ, കുട്ടികളൊക്കെ സന്തോഷിക്കാൻ വേണ്ടി ഓടി വന്നൊരു കുളത്തിൽ ചാടും. അപ്പൊ അങ്ങനെ ഫോഴ്സിബിൾ ആയിട്ട് ചാടുമ്പോൾ ഈ വെള്ളം നമ്മൾ വേണ്ടെങ്കിലും മൂക്കിനകത്തൊക്കെ അടിച്ചു കയറും. പിന്നെ നീന്താൻ അറിയാത്ത ആൾക്കാർ വെള്ളത്തിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാം വെള്ളത്തിൽ. ഇപ്പൊ അറിയാതെ ഒന്ന് അടിയിൽ കാല് തെറ്റിക്കഴിഞ്ഞാൽ മറിഞ്ഞു വീഴുന്ന ആ ഷോക്കിൽ ഈ അഴുക്ക് വെള്ളം എല്ലാം കൂടെ വലിച്ചങ്ങ് മൂക്കിനകത്ത് കയറ്റാം. അപ്പൊ അതുകൊണ്ട് നീന്താനൊന്നും അറിഞ്ഞുകൂടാത്തവർ വെറുതെ വെള്ളത്തിൽ കളിക്കാൻ പോകാതിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പ്രിക്കോഷൻസ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. ശരി, വളരെ നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.